വീണ്ടും ആശമാരുടെ സമരത്തിലേക്കാണ്. തലസ്ഥാന നഗരിയിലെ ദൃശ്യങ്ങളിലേക്കാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപകൽ സമരം, സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരം തുടരുകയാണ്. അവിടെ കെ രമ സമരം ഉദ്ഘാടനം ചെയ്തു. സുനിഷ അയിലൂരിന്റെ സുനിഷ, കടുത്ത ചൂടിൽ ഇരുന്നും നിന്നുമൊക്കെ ആശമാർ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുകയാണ്. ഈ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. കെ രമയും ഒപ്പം തന്നെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രവർത്തകരും അടക്കമുള്ളവർ ഈ വേദിയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ചൂടിന് ചെറിയ ശമനമെന്നോണം മഴ തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ചെറിയ ചാറ്റൽ മഴയിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ മഴയും വെയിലും ഒന്നും കൂസാതെ ഇവിടെ സമരത്തിൽ തുടരുമെന്നുള്ളതാണ് ആശാവർക്കർമാർ അറിയിക്കുന്നത്. നേരത്തെ കെ രമ സംസാരിച്ചപ്പോഴും പറഞ്ഞത് ആരോഗ്യരംഗം നമ്പർ 1 എന്നാണ് സർക്കാർ എല്ലാ കാലത്തും പറയുന്നത്. പക്ഷേ അങ്ങനെ നമ്പർ 1 ആകാൻ പണിയെടുക്കുന്നവരായിരുന്നു ആശാവർക്കർമാർ. പക്ഷേ നിലവിൽ ഇപ്പോൾ ആശയറ്റ ആശാവർക്കർമാരെയാണ് കാണാൻ കഴിയുന്നത്. ആദ്യമായാണ് ഇത്തരത്തിൽ ആശാവർക്കർമാർക്ക് ഒരു റോട്ടിലെത്തി ഇങ്ങനെ സർക്കാരിനെതിരെ ഉപരോധ സമരം നടത്തേണ്ടി വരുന്നത് എന്നതാണ്. ഈ സർക്കാർ ഇവർക്ക് നേരെ കണ്ണു തുറക്കേണ്ടതുണ്ട്, ഇവരോട് സംസാരിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. ഈ സ്ത്രീകളുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ സർക്കാർ തോറ്റുപോകുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് കെ രമ അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഏതായാലും സമരത്തിന്റെ ശക്തി കൂടുന്നു, സമരത്തിന് കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു, പിന്തുണ അറിയിച്ചുകൊണ്ടും കൂടുതൽ ആളുകൾ എത്തുന്നു എന്നത് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ മറ്റു ആളുകൾ കൂടി, മറ്റ് നേതാക്കന്മാരടക്കമുള്ളവർ അല്പസമയത്തിനകം തന്നെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തുമെന്നുള്ളതാണ് കാണാൻ കഴിയും. നിരവധി ആളുകൾ കിടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും ഒക്കെ പ്രതിഷേധിക്കുന്നുണ്ട്. വെയിലും മഴയും ഒക്കെ ആയ ഒരു പശ്ചാത്തലത്തിൽ കുടയൊക്കെ ചൂടി നിൽക്കുന്ന സാഹചര്യം കൂടി നമുക്ക് കാണാം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരുപക്ഷെ നമുക്ക് ഈ സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് വരുമ്പോൾ ഈ സമര ഗേറ്റിന് തൊട്ടു മുന്നിലുള്ള ഈ റോഡ് അതങ്ങോട്ട് സെക്രട്ടേറിയറ്റിൻ്റെ ഒരു പകുതി വരെ പൂർണ്ണമായും ഈ ആളുകൾ, ഈ ആശാവർക്കർമാരാൽ നിറഞ്ഞിരിക്കുന്നു. അവർ ഉപരോധിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. അത്തരത്തിൽ റോഡ് നീളെ ഉപരോധിക്കുകയാണ് ഈ ആശാപ്രവർത്തകർ. ഒരു 1000-ഓളം ആശാപ്രവർത്തകർ നിലവിലുണ്ടെന്നതാണ് ഒരു സൂചന കണക്ക് മാത്രം മനസ്സിലാകുന്നത്. ഏതായാലും കൂടുതൽ പ്രവർത്തകർ കൂടി എത്തും എന്നതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇവർ പറയുന്നത് ഇങ്ങനെയൊരു സമരം അത് അല്പസമയത്തിനകം ഒരു പ്രസംഗം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്നു എന്ന തരത്തിലല്ല, പകരം ഇന്ന് മുഴുവനായും ഈ റോഡ് ഉപരോധിച്ചുകൊണ്ട് ഈ റോഡിൽ കിടന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധം എന്നതാണ്. ഈ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് ഇവിടെയുള്ള ഈ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കൂടുതൽ ആളുകൾ എന്തായാലും ഈ റോഡിലേക്ക് കിടന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നതാണ്. പക്ഷേ അത്ര സമയത്തിലോളം ഈ പോലീസ് സംയമനത്തോടെ നിൽക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം നിലവിൽ തന്നെ റോഡ് പൂർണ്ണമായും ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ആളുകൾക്ക് ഈ കടന്നു വരുന്ന ഓരോ വാഹനങ്ങളെയും വീണ്ടും വഴിതിരിച്ചു വിടുന്ന സ്ഥിതിയാണ്. പല ഭാഗങ്ങളിലേക്ക് പോകുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ തന്നെയും മറ്റു വഴികളിലൂടെ കടത്തിവിടേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ തന്നെ കടന്നിട്ടുണ്ട്. ഇങ്ങനെ വൈകുന്നേരം വരെ പോവുകയാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് കടക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ പോലീസ് സമ്മതിക്കുമോ എന്നത് ഇനി അറിയേണ്ടതുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ അങ്ങനെയെങ്കിൽ നടപടിയിലേക്ക് കടക്കുമോ, ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നത് അറിയേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഈ ഗതാഗതം തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിലൊക്കെ മഹാസംഗമം വെച്ചപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തിരുന്നു. ഒരു വട്ടമല്ല, 1-2 വട്ടം കേസെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത്തരത്തിൽ കേസെടുക്കുമോ എന്നുള്ളതടക്കം അറിയേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ MG റോഡ് പൂർണ്ണമായും ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നടക്കുന്നത്. സമരഗേറ്റിന് മുന്നിലും പ്രതിഷേധം നടക്കുന്നുണ്ട്. 4 ഗേറ്റുകളും തടസ്സപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഉപരോധിച്ചുകൊണ്ടുള്ള വലിയ സമരത്തിലേക്കാണ് ആശമാർ കടന്നിരിക്കുന്നത്. TV പ്രസാദ് കൂടിയുണ്ട്. പ്രസാദ്, സമരത്തിന്റെ രീതി ഒന്ന് മാറ്റുകയാണ് ആശമാർ. ഇന്നിപ്പോൾ അവർക്ക് പ്രത്യേക ട്രെയിനിങ്, പരിശീലന പരിപാടിയൊക്കെ സർക്കാർ നിശ്ചയിച്ചുകൊണ്ട് ഈ സമരം ഒന്ന് പൊളിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. പക്ഷേ കൂടുതൽ കടുപ്പത്തിൽ, കൂടുതൽ ആശമാർ എത്തുന്ന രൂപത്തിലേക്ക് സമരം മാറുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഈ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം എന്നുള്ളത് സമരത്തിൻ്റെ പുതിയ ഒരു മുഖമായി തന്നെ കാണണ്ടേ? അങ്ങനെ തന്നെ വേണം കരുതാൻ സ്മൃതി. കാരണം കഴിഞ്ഞ 36 ദിവസം പ്രധാനപ്പെട്ട ഒരു വലിയ, അതായത് ഗതാഗതം ഉൾപ്പെടെ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് ഒരിക്കലും ആശാവർക്കർമാർ പോയിരുന്നില്ല. എനിക്ക് പിറകിൽ കാണുന്ന ഈ സമരപ്പന്തലിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഫുട്പാത്തിൽ മാത്രം ഇരുന്നു കൊണ്ടാണ് ഈ 36 ദിവസവും സമരം ചെയ്തതെങ്കിൽ ഇന്ന് 36ാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡ്, അതായത് MG റോഡ് പൂർണ്ണമായും ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് ആശാവർക്കർമാർ നീങ്ങുന്നത്. അതായത് ആശാവർക്കർമാരുടെ സമരം തുടങ്ങിയതിന് ശേഷം ഏറ്റവും വലിയ ഈ
സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ പ്രത്യേകത ഇവരെല്ലാം ഇവരുടെ ID കാർഡ് ധരിച്ചാണ് ഇന്ന് സമരത്തിൽ പങ്കെടുക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ പലരും പറഞ്ഞത് സമരത്തിൽ പങ്കെടുക്കുന്ന ആശാവർക്കർമാർ അല്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ സമരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത് ആശാവർക്കർമാർ അല്ല, പല ജില്ലകളിൽ നിന്നും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്നെല്ലാം ആശാവർക്കറാണോ അല്ല സപ്പോർട്ട് സമരത്തിനെ കുറിച്ച് എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം? എന്താണ് പറഞ്ഞോളൂ, നിങ്ങളുടെ അഭിപ്രായം. എവിടുന്നാ വരുന്നേ? സമരത്തിന് നേരത്തെ തന്നെ പിന്തുണയായിരുന്നു. വരാനുള്ളൊരു കാരണം എന്താ? ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഇവരുടെ കൂടെ പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതിനായിട്ട് ഞങ്ങൾ എത്തിയതാണ്. ഞങ്ങൾക്ക് ശമ്പളം കൂട്ടി വേണം, ഞങ്ങൾ അംഗീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ. ഒരുപാട് പേര് വന്നോ നിങ്ങളുടെ പ്രദേശത്ത്? ഒരുപാട് വന്നിട്ടുണ്ട്. ഇവരിപ്പോൾ പത്തനംതിട്ട ജില്ലയിലുള്ളവരാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഇതാ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളെ കാണാം. എവിടുന്നാ വന്നേ? ഞങ്ങൾക്ക് 62 വയസ്സായി. എവിടുന്നാ വന്നേ? ഏത് ജില്ലയിൽ നിന്നാണ്? എറണാകുളത്ത് നിന്ന്. എപ്പോഴാണ് വന്നത്? രാവിലെ 5:30 സിറ്റിക്ക് പോന്നു. ആദ്യമായിട്ടാണോ സമരസ്ഥലത്തേക്ക് വരുന്നത്? നാലാമത്തെ. ഇന്നിപ്പോ ഈ സമരം കാല് കണ്ട 62 വയസ്സായി കണ്ട. ഇനി ഈ പ്രായത്തിൽ ഞങ്ങൾ നടന്ന് ജോലി ചെയ്യണം. ഞങ്ങൾക്ക് വിരമിച്ചാൽ ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഇനി? അപ്പം ഞങ്ങൾക്ക് സർക്കാർ കണ്ണു തുറക്കണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ CITൻ്റെ ഒക്കെ കൂടെ ആയിരുന്നു ആദ്യകാലം മുതൽ. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നും ആവശ്യം ന്യായമാണെന്ന് തോന്നി അല്ലേ? ന്യായമായെന്ന് തോന്നിയപ്പോൾ ഇവരുടെ കൂടെ നിന്ന് ഞങ്ങൾ കണ്ട. അതിൻ്റെ വൈപ്പിൻ ആ പ്രദേശത്ത് ഒരുപാട് പേര് വന്നോ? ഒത്തിരി പേര് വന്നിട്ടുണ്ട്. എവിടുന്നാ വരുന്നത്? അവിടെ തന്നെയാണ്. വൈപ്പിൻ എറണാകുളം. ഇന്നിപ്പോൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. മറ്റൊരു വഴിയില്ല അല്ലേ? സമരം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. മാത്രമേ ഉള്ളൂ. അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ എപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തി. ഇപ്പം ഞങ്ങൾ 5 മണിയുടെ വാഞ്ചിനാട് എക്സ്പ്രസ്സിനാണ് വന്നത്. ഇവിടെ എത്തിയപ്പോഴേക്കും ഇപ്പോൾ ഇരിക്കുന്ന സെക്രട്ടേറിയറ്റ് മുന്നിലെ റോഡിലാണ്. റോഡിലാണ്. മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്നാണോ? കഴിഞ്ഞിട്ട് മാത്രമേ പോകും. വിവിധ ജില്ലകളിൽ നിന്നുള്ളവരാണ് ശ്രുതി. നമ്മൾ കണ്ടു പത്തനംതിട്ട, എറണാകുളം. പറഞ്ഞോളൂ. കോവിഡ് സമയത്ത് ഒത്തിരി മാനസികമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും പിടിച്ചേർന്ന് വേണ്ടി ഒരുപാട് ശ്രമിച്ച്, പക്ഷേ സത്യത്തിന് വിലയുണ്ടായിരുന്നു. അതുകൊണ്ട് പിടിച്ചു തന്നു. ഇപ്പം നമുക്ക് ചെയ്തതിന് കൂലി വേണം. കൂലിയില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾ അടിമകളല്ല, ഒരു ഉദ്യോഗസ്ഥന്മാരുടെ അടിമകളല്ല. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ മനസ്സിൽ തട്ടിയുള്ള ഒരു സമരമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ ആളുകൾ ഇങ്ങനെ വരുന്നത്. കടുത്ത വെയിലാണ് ഇവിടെ. ആ കടുത്ത വെയിലിൽ കുടയുള്ളവരെല്ലാം കുടയൊക്കെ പിടിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ MG റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. MG റോഡിലെ സമര ഗേറ്റാണ് ഇപ്പോൾ പ്രവർത്തകർ പൂർണ്ണമായി ഉപരോധിച്ചിരിക്കുന്നത്. ഈ സമരത്തെ തടയാൻ വേണ്ടി പോലീസ് എല്ലാ ഭാഗത്തും ബാരിക്കേഡ് വെച്ചിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിൻ്റെ എല്ലാ ഭാഗത്തും ബാരിക്കേഡുണ്ട്, കർശന പരിശോധനകളുണ്ട്. പക്ഷേ ഇവിടെ ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഇങ്ങനെ പൂർണ്ണമായി ഗതാഗതം സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമരം അത് അപൂർവമാണ്. എത്ര സമരം നടക്കുമ്പോഴും ഒരു ഭാഗത്തെ വാഹനങ്ങളെ വിടാറുന്ന സമയത്താണ് സാധാരണഗതിയിൽ ഇത്തരം ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കുകയെങ്കിൽ ഇന്നിപ്പോൾ ആശാപ്രവർത്തകർ ഏതാണ്ട് 2 മണിക്കൂറിലധികമായി പൂർണ്ണമായി ഇവിടേക്ക് വന്നു കഴിഞ്ഞു എന്നതാണ്. ഏത് ജില്ലയിൽ നിന്ന്? ഞങ്ങൾ എറണാകുളം. സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ വേണ്ടി വന്നതാണോ അല്ല നേരത്തെ തന്നെ വരുന്നുണ്ടോ? ആദ്യമായിട്ടാണോ വരുന്നത്? ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. നേരത്തെ വന്നിട്ടുണ്ട്. എറണാകുളത്ത് തന്നെയാണോ? എറണാകുളത്ത്. മുദ്രാവാക്യങ്ങൾ അംഗീകരിക്കാതെ നിങ്ങൾക്ക്